सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ॐ वागीशाद्या सुमनसः सर्वार्थानामुपक्रमे यन्नत्वा कृतकृत्या स्युः तन्नमामि गजाननं। दोर्भिर्युक्ता चतुर्भिः स्फटिकमणिमयीम् अक्षमालां दधाना हस्तेनैकेन पद्मं सितमपि च शुकं पुस्तकं चापरेण भासा कुन्देन्दुशङ्खस्फटिकमणिनिभा भासमाना समाना सा मे वाग्देवतेयं निवसतु वदने सर्वदा सुप्रसन्ना। ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। यस्मिन् सर्वं यतः सर्वं यः सर्वं सर्वदृक्तथा सर्वभावपदातीतं बोधानन्दं स्मराम्यहम्। कोमलं कूजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्मा भासतां पुरतो मम। यं प्रव्रजन्तमनुपेतमपेतकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेतु तं सर्वभूतहृदयं मुनिम् आनतोऽस्मि। हरि ओम्। വസ്തസ്സേയം എന്ന ഈ ഒരു പ്രകരണം ബ്രഹ്മാവിൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന നിലയിലും വിചാരം ചെയ്യപ്പെടാവുന്നതാണ്. വത്സങ്ങളെ, പശുക്കുട്ടികളെയൊക്കെ ബ്രഹ്മാവ് അപഹരിച്ചു. ഇപ്രകാരം എന്തിനാണ് ബ്രഹ്മാവ് ചെയ്തത്? ഈ ചോദ്യത്തിന് പല വ്യാഖ്യാനങ്ങളാവാം. വളരെ ശ്രദ്ധേയമായ ഒരു വ്യാഖ്യാനം പങ്കുവെച്ചത് യശശരീരനായ ശ്രീ വാസുദേവൻ പോറ്റി സാറാണ്. അദ്ദേഹം ശ്രീമദ് ഭാഗവതത്തെയും നാരായണീയത്തെയും അതുപോലെ തന്നെ ഭഗവത്ഗീതയെയും വളരെ ഗൗരവബുദ്ധിയാ സമീപിച്ച് പഠിക്കാൻ ഉദ്യമിച്ചിട്ടുള്ള മഹാത്മാവാണ്. വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തെ ഗംഭീരമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലും ശ്രദ്ധേയനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ചില പദപ്രയോഗങ്ങളെ മുൻനിർത്തിയും അദ്ദേഹം അത് സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ആഴമുള്ള തത്വബോധത്തിനായിട്ട് ബ്രഹ്മാവ് ആഗ്രഹിച്ചു, ഉത്സാഹിച്ചു, ഉദ്യമിച്ചു. ആ പ്രകാരം നമുക്കും ആസ്വദിക്കാം. പൂതനയും ബകാസുരനുമൊക്കെ അഘാസുരൻ്റെ സോദരരായിരുന്നു. ഇരുവരെയും വധിച്ച വാർത്ത അറിഞ്ഞ അഘാസുരൻ പകരം വീട്ടാൻ തീരുമാനിച്ചു. ഇത് ആസുരബുദ്ധിയുടെ പ്രത്യേകതയാണ്.
അഘാസുരൻ പകരം വീട്ടുന്നതിന് വേണ്ടി ഒരു വാ പൊളിച്ച് നിൽക്കുന്ന പാമ്പിൻ്റെ പ്രകൃതത്തിൽ കിടന്നു. ഭഗവാനും കുമാരന്മാരും ഗോപകുമാരന്മാരുമൊക്കെ പശുക്കുട്ടികളെ മേയ്ക്കുക ഈ ദൗത്യവുമായിട്ടാണ് വിഹരിക്കുന്നത്. പശുക്കുട്ടികളെ മേച്ച് ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നു. ഇത് ഭഗവാൻ നിശ്ചയിച്ച് എത്തിച്ചേരുന്നുവോ, അസുരൻ്റെ സദ്ഗതി ഭഗവാനെയും കുമാരന്മാരെയും അങ്ങോട്ടേക്ക് ആകർഷിക്കുന്നുവോ, രണ്ട് പ്രകാരത്തിലും വിഷയം ആസ്വദിക്കാവുന്നതാണ്. ഏതായാലും ഗംഭീരമായിട്ടുള്ളൊരു വാഗ്ദാനമുള്ളത് കോണ്ടെക്സ്റ്റ് വേറെയാണെങ്കിലും സ്വൽപ്പമപി അസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്ത് എന്നാണ്. ഭഗവാനെ വധിക്കണം എന്ന് അസുരൻ ചിന്തിച്ചതോടെ ഭഗവത് ചിന്തനം പരോക്ഷമായി സംഭവിച്ചു. അങ്ങനെ ഒരുവനെ അനുഗ്രഹിക്കാൻ ഭഗവാൻ നിശ്ചയിക്കുന്നു. അതുകൊണ്ട് അന്ന് പശുക്കുട്ടികളെ മേയ്ക്കുന്ന മേഖല ഈ അഘാസുരൻ കിടക്കുന്ന ഇടത്തേക്ക് ആവട്ടെ എന്ന് നിശ്ചയിക്കപ്പെടുക. അവിടെ എത്തിച്ചേർന്നു. ഈ പെരുമ്പാമ്പിൻ്റെ വായയിലേക്ക്, അഘാസുരൻ്റെ വായയിലേക്ക് കുട്ടികൾ കളിക്കാൻ വേണ്ടി പ്രവേശിക്കുകയാണ്. ഒരു ഗുഹ പോലെ തോന്നി. പക്ഷെ അവിടെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അലങ്കാര പ്രയോഗമുണ്ട്. ഇത് കണ്ടാൽ, ഈ ഗുഹ കണ്ടാൽ പാമ്പ് വാ വളർന്ന് കിടക്കുന്നത് പോലെയുണ്ടല്ലോ എന്നിങ്ങനെ അവർ തിരിച്ചറിയുന്നു. പക്ഷേ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഇടയ്ക്കൊക്കെ നമുക്കും കാര്യബോധമൊക്കെ ഉണ്ടാവും. പക്ഷേ മായാ സ്വാധീനം കൊണ്ട് അതങ്ങോട്ട് ഉറപ്പിച്ചെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഈ പാമ്പിൻ്റെ വായയിൽ എല്ലാവരും കയറി ഭഗവാനും പ്രവേശിച്ചതോടെ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് അഘാസുരൻ വായ അടച്ചു എന്നാണ്. ഭഗവാൻ ഉടനെ അകത്തേക്ക് പ്രവേശിച്ച് ഈ പാമ്പിനെ കീറി മുറിച്ച് എല്ലാവരെയും രക്ഷിച്ചു. ഈ കഥ പക്ഷേ വന്ന് പറയുന്നത് ഒരു സംവത്സരം കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ കാരണം ഇവിടെ അന്വേഷിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ശുകബ്രഹ്മർഷി വത്സസ്തേയത്തിൻ്റെ രംഗം വർണ്ണിക്കുന്നത്. എൻ്റെ ഒരു വർഷം ഈ കഥ പറഞ്ഞില്ല. അതിനെ തുടർന്നാണല്ലോ ഭഗവാന്റെ വനഭോജനം എന്ന ലീല സംഭവിച്ചത്. അതിനെ തുടർന്നാണല്ലോ ബ്രഹ്മാവ് ഇടപെടാനും പാഠം പഠിക്കാനും നിശ്ചയിച്ചത്, തീരുമാനിച്ചത്. അങ്ങനെ ബ്രഹ്മാവ് പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ഒക്കെ അവിടെ നിന്ന് പിൻവലിച്ചപ്പോൾ ഭഗവാൻ തെല്ലൊന്ന് ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും അനായാസേന എല്ലാവരുമായി മാറി. ഈ വിഷയം ബലരാമസ്വാമികൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് കാട്ടിപ്പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സാകൂതം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അന്ന് വൈകിട്ട് പശുക്കിടാങ്ങളെയും അതുപോലെ തന്നെ ഗോപകുമാരന്മാരെയും കണ്ടപ്പോൾ പശുക്കളും അമ്മമാരുമൊക്കെ പ്രത്യേക വാത്സല്യം ചൊരിയുന്നതായിട്ട് ശ്രദ്ധിച്ചു. അതെന്താ കാരണം? ഭഗവാൻ തന്നെയായിരുന്നു എല്ലാവരുമായി തീർന്നത്. ഭഗവാനാകട്ടെ പരമാനന്ദ സ്വരൂപിയാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കൂടുതൽ പ്രിയത അനുഭവപ്പെട്ടു എന്നാണ്. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ
ബ്രഹ്മാവിന് ഭഗവാൻ തൻ്റെ ലീല കൊണ്ട് അറിയേണ്ടിയിരുന്ന രണ്ടാം പാഠം അത് ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഭഗവാനെ നമിച്ചു, ക്ഷമായാചനവും ചെയ്തു. അതിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും പറയുന്നതായിട്ട് പറയുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് ഭഗവാനെ വന്ദിച്ച് തിരിച്ചുപോയി. അപ്പോഴാണ് ഒറിജിനൽ ഗോപകുമാരന്മാർ തിരിച്ചു വന്നിട്ട് 1 വർഷം മുമ്പ് നടന്ന അഘാസുരവധ വൃത്താന്തം ഇവിടെ അറിയിക്കുന്നത്. ഈ ഒരു ഭാഗം ആരംഭിക്കുന്നിടത്ത് ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിനെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു നിർദ്ദേശം നൽകുന്നതാണ് ശ്രദ്ധേയമായ ഒന്നാമത്തെ വസ്തുത. പാഠത്തെ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് ഒരു പ്രത്യേക പാഠം ഗ്രഹിക്കാൻ വേണ്ടി ഈ പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും അപഹരിച്ചു എന്നത് വ്യക്തമാക്കുന്നതിനായിട്ട് നമുക്ക് ശുകബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറയുന്ന വാക്യം ശ്രദ്ധിക്കാം. ശൃണുഷ്വാ വിഹിതോ രാജൻ അപിഗുഹ്യം വദാമി തേ ബ്രൂയസ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. ശൃണുഷ്വ, കേൾക്കൂ. കേൾക്കാറുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ എന്നാണെങ്കിലോ ശ്രദ്ധാലുവായി കേൾക്കൂ എന്ന് പ്രത്യേകം ക്ഷണിക്കുന്നു. തുടർന്ന് പറയുന്നത് എന്താണ്? അഭിഗുഹ്യം വദാമിതേ, വളരെ രഹസ്യമായിട്ടുള്ള ഒരു കാര്യം ഭവാന് ഞാൻ ഇതാ പറഞ്ഞു തരാൻ പോണു. ഇപ്പം ഇതുവരെ പറഞ്ഞു വന്നതോ അതൊക്കെ രഹസ്യവും അതുപോലെ ശാസ്ത്രപാഠങ്ങളൊക്കെയാണ്. ഇത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ് എന്ന ഒരു സന്ദേശം. ബ്രൂയ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. മഹാഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് ആ ഒരു ശ്രദ്ധയെ കാണിക്കുമ്പോൾ വളരെ രഹസ്യമായിട്ടുള്ള കാര്യവും പറയുന്നു. അപ്രകാരം ഒരു സൂചന നമുക്ക് ഒന്നാമത് ലഭിക്കുന്നു. വനഭോജന മഹോത്സവം, ഇതാണല്ലോ ബ്രഹ്മാവിൻ്റെ അപഹരണത്തിന് തൊട്ട് മുൻപ് സംഭവിച്ച കാര്യം. ഭഗവാൻ കൃഷ്ണൻ അന്ന് പ്രഭാതത്തിൽ, അഘാസുരനെ വധിക്കുന്ന അന്ന് പ്രഭാതത്തിൽ ആരൊക്കെയാണ് എൻ്റെ കൂടെ ഇന്ന് പശുക്കുട്ടികളെ മേയ്ക്കാൻ വരുന്നത്, ഇന്ന് നമുക്കൊരു പ്രത്യേക പ്രകാരം പോകാം, എല്ലാവരും ഉച്ചഭക്ഷണം കരുതിക്കൊള്ളണം, എന്നിട്ടോ കാനനത്തിൽ നമ്മൾ വട്ടത്തിലിരുന്ന് ഈ ആഹാരത്തെ പ്രത്യേക പ്രകാരം കഴിക്കും, വനഭോജനം. വിഷയമറിഞ്ഞ ഗോപകുമാരന്മാരൊക്കെ ആവേശപൂർവം വിവിധ വിഭവങ്ങളെ സമാഹരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അഘാസുരവധശേഷം ഇവർ ഉച്ചഭക്ഷണം കഴിക്കാനിരുന്നു. ഇതാണ് വനമഹോത്സവ ലീല. വളരെ ആകർഷകമായ ഒരു ലീലയാണ്, വളരെ ധ്യാന സഹായകമായ ഒരു ലീലയാണ്. സർവ അന്തര്യാമിയായി വിളങ്ങുന്ന ഭഗവാൻ ഇപ്പോൾ ഗോപകുമാരനായിട്ടാണ് പരിലസിക്കുന്നത്. പ്രഭു മധ്യത്തിലിരിക്കുന്നു. അർദ്ധചന്ദ്രാകൃതിയിൽ മറ്റുള്ളവരൊക്കെ അണിനിരന്നിരിക്കുന്നു. അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കുന്ന കമനീയമായ കാഴ്ച. മായാർഭകസ്യ ഈശിതുഹു മഞ്ജുമഹിത്വം അന്യതപി ദ്രഷ്ടും. ഇവിടെ ബ്രഹ്മാവ് എന്തിനു വേണ്ടി ഗോപകുമാരന്മാരെയും പശുക്കുട്ടികളെയുമൊക്കെ മറച്ചു വെച്ചു എന്ന ചോദ്യത്തിന് ശുകബ്രഹ്മർഷി പറയുന്നത് ഭഗവാന്റെ
മായാർഭകനാണ് ഭഗവാൻ. മായയാൽ മനുഷ്യവേഷം ധരിച്ച് വിലസുന്ന പ്രഭുവാണ്. ഇപ്പം ഭഗവാന്റെ മറ്റൊരു മഹത്വവും കൂടി ദർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനും നിശ്ചയിച്ചു എന്നാണ്. എന്താ ഭഗവാൻ നിശ്ചയിച്ചത്? തതകൃഷ്ണോമുദം കർത്തും തന്മാതॄണാം ച കസ്യച ഉഭയിതമാത്മാനം ചക്രേ വിശ്വകൃതീശ്വരഃ. ഭഗവാൻ നിശ്ചയിച്ചത് അമ്മമാർക്ക് സന്തോഷത്തെ ജനിപ്പിക്കണം. ഇതുപോലെ തന്നെ വിധാതാവിനും കസ്യച ബ്രഹ്മാവിനും വിസ്മയത്തെ പകർന്നു നൽകണം എന്ന് ഭഗവാനും നിശ്ചയിച്ചു എന്നാണ്. ഇനി ബ്രഹ്മാവ് ചതുശ്ലോകി ഭാഗവതം സാക്ഷാൽ ആദിനാരായണനിൽ നിന്നും ശ്രവിക്കാൻ യോഗ്യനായ ശ്രദ്ധാലുവായിരുന്നല്ലോ. അവിടെ സർഗം തൊട്ടുള്ള വിസർഗം വരെയുള്ള കാര്യം ബ്രഹ്മാവിന് അറിയില്ല. വിസർഗം തൊട്ട് സൃഷ്ടിയുടെ നാനാവശങ്ങളെക്കുറിച്ച് ബ്രഹ്മാവിനറിയാം. ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവിന് ബന്ധനമില്ലാത്ത വിധം സൃഷ്ടിപ്രക്രിയ നിർവഹിക്കാൻ സാധിക്കുന്നത്. ഇപ്പം ബ്രഹ്മാവിൻ്റെ നിയോഗം ബ്രഹ്മാവിന് മനസ്സിലായിരുന്നു. പക്ഷേ തൻ്റെ നിയോഗത്തെ അനുസരിച്ചാൽ അത് ബന്ധന കാരണമാവില്ലേ എന്ന ആശങ്ക, സങ്കോചം ബ്രഹ്മാവിനുണ്ടായിരുന്നു. അങ്ങനെയാണ് തപത്തപ എന്ന നിർദ്ദേശം കേട്ടതും അനുസരിച്ചതും ഭഗവാൻ പ്രത്യക്ഷീഭൂതനായി അങ്ങ് സൃഷ്ടിയെ നിർവഹിക്കുക എന്ന് നിർദ്ദേശിച്ചതും. അവിടെ ബ്രഹ്മാവ് ഒന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഞാൻ ഈ സൃഷ്ടി നിർവഹണ യത്നത്തിൽ മുഴുകുമ്പോൾ അതെനിക്ക് ബന്ധന കാരണമാവരുത്. ഭഗവാൻ പറഞ്ഞു, ചതുശ്ലോകി ഭാഗവതം അത് ശ്രദ്ധിച്ചോളുക, പറഞ്ഞുതരാം. അങ്ങനെ 4 ശ്ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് യാതൊരു മാറ്റവും കൂടാതെ എല്ലാമായി തീരുന്നത്, അതിൻ്റെ രഹസ്യം അദ്വൈതം അത് ഉപദേശിച്ചു. എന്നിട്ട് ബ്രഹ്മാവിനെ ബന്ധനമില്ലാതെ വിധം സൃഷ്ടി ചെയ്യാനുള്ള അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് പിന്നെ വിസർഗം തൊട്ട് സൃഷ്ടിക്കുന്നു. അപ്പോഴേ ഒരു സംശയം ഉണ്ടായിരുന്നു എന്നാണ്. എന്താ സംശയം? സർഗം എങ്ങനെ സാധിക്കുന്നു? സർഗത്തിലെ സംഭവം എന്താണ്? പ്രപഞ്ച സൃഷ്ടിക്ക് നിദാനമായിട്ടുള്ള കാരണമായിട്ടുള്ള സകല അസംസ്കൃത പദാർത്ഥങ്ങളും സർഗത്തിൽ ആവിർഭൂതമാവുന്നതാണ്. അവിടെ ഭഗവാന്റെ നേരിട്ടുള്ള സൃഷ്ടിപരതയാണ്. അതിനുശേഷം ബ്രഹ്മാവ് യോഗ്യനാവുന്നു. ഈ റോ മെറ്റീരിയൽ അസംസ്കൃത പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു. അപ്പം അവിടെ സ്രഷ്ടാവായി ബ്രഹ്മാവും നാൻമുഖനും നിമിത്ത കാരണം എന്ന് പറയും. ഉപാദാന കാരണമായിട്ട് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ഉപാധികളും സുലഭം. ഇതിനു മുമ്പ് എന്താ സംഭവിച്ചത്? ഈ കാര്യം അറിയണം എന്ന് പറയുക. ഈ കാര്യം അറിയുക എന്നുള്ളത് നമ്മുടെ അന്വേഷണ യാത്രയിലും വളരെ പ്രസക്തമായ കാര്യമാണ്. ശ്രീമദ് ഭാഗവതം ഭക്തി, വൈരാഗ്യ, ജ്ഞാന സിദ്ധ്യർത്ഥം ഉപദിഷ്ടമായിട്ടുള്ളതാണ്. സാധാരണ വിഷയാനുരാഗമുള്ള ജനത്തെ പോലും അവരറിയാതെ അവരിൽ വൈരാഗ്യബുദ്ധി വളർത്തി അറിവിൻ്റെ ലോകത്തിലേക്ക് ഉദ്ധരിക്കാൻ ഭാഗവതത്തിന് സാമർഥ്യമുണ്ട്. അതുകൊണ്ട് തന്നെ
ഭാഗവതത്തിലെ വിവിധ കഥകൾ, ആഖ്യാനങ്ങൾ കേൾക്കുന്ന മുറയ്ക്ക് നമ്മിൽ ഉണ്ടാകുന്ന വൈരാഗ്യത്തെ ജ്ഞാനാർജനത്തിനും കൂടി ഉപയോഗിച്ചു കൊള്ളണം. ഇപ്പം ചില കഥകളൊക്കെ പറയുന്ന സമയത്ത് പറയുന്നവർ വളരെ വാചാലമായി നമ്മിൽ ഭക്തിഭാവത്തെയും പ്രേമഭാവത്തെയും ഭഗവത് അനുരാഗ വൈരാഗ്യത്തെയും, വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഒരു വിരോധമായിട്ട് കരുതണ്ട, ഭഗവത് അനുരാഗം വൈരാഗ്യമാണ്. അവിടെ വൈരാഗ്യത്തിന് വാഗർത്ഥം വിശേഷേണ രാഗം എന്നാവും. ഇപ്പം ഭഗവാനോട് പ്രത്യേകമായിട്ടുള്ള ഒരു രാഗം, അത് ഭക്തി കൊണ്ട് വളരും. പ്രഭാഷകരിൽ പലരും നമ്മെ ആ ഒരു തലത്തിലേക്ക് ഉയർത്താൻ സമർത്ഥരാണ്. ആ പ്രഭാഷണങ്ങളൊക്കെ കേട്ട ശേഷം ചില സ്തുതികൾ, ചില വിശേഷമായ പാഠഭാഗങ്ങൾ ഗൗരവബുദ്ധിയാ ശ്രദ്ധിക്കാനും മനസ്സിരുത്തിക്കൊള്ളാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മിൽ ഉണരുന്ന വൈരാഗ്യത്തെയും ഭക്തിയെയും ജ്ഞാനാർജനത്തിന് പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു രംഗമായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. ബ്രഹ്മാവ് ഈ കാഴ്ച കാണുന്നു. വനഭോജന മഹോത്സവം. കാട്ടിൽ കൃഷ്ണനും കുട്ടിയോളും വട്ടത്തിലിരുന്ന്, പൂർണ്ണവട്ടമല്ല, അർദ്ധവൃത്താകൃതിയിലിരുന്ന് ഗംഭീരായിട്ട് ആഹാരം കഴിക്കുന്നു. വർണ്ണനാ ഭാഗം പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. നമുക്ക് മറ്റു ചില കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ആ മനോഹാരിത ഇവിടെ വിശദീകരിക്കുന്നില്ല. ഭഗവാൻ വിരലുകളിലൊക്കെ പല പ്രകാരത്തിലുള്ള കൊണ്ടാട്ടങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ മനോഹരനായിട്ട് കാഴ്ചക്കാരുടെ മനസ്സിനെ ഹരിക്കാൻ പാകത്തിൽ അരുളുന്നു, വാണരുളുന്നു. അവിടെയാണ് ബ്രഹ്മാവ് ഇടപെടൽ നടത്തുന്നത്. എന്താ ചെയ്തത്? ആദ്യം തന്നെ പശുക്കുട്ടികളെയൊക്കെ പിൻവലിച്ചു. ബ്രഹ്മാവിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ, പിൻവലിച്ചു, വിഡ്രോ ചെയ്തു. അപ്പം ഭഗവാൻ ഇങ്ങനെ നോക്കി, അല്ല നമ്മുടെ കുട്ടികളെയൊന്നും കാണുന്നില്ലല്ലോ, പശുക്കിടാങ്ങളെ കാണുന്നില്ലല്ലോ, നിങ്ങളിവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കൊന്നൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന നിലയിൽ ഭഗവാൻ എഴുന്നേറ്റ് ചെന്നു. മായാമാധവൻ അറിയാത്ത കാര്യമല്ല നാൻമുഖൻ്റെ തോന്യാസം. ഏതായാലും അറിയാത്ത മട്ടിൽ പക്ഷേ ചെല്ലുന്നു. അവിടെ ഇവിടെയൊക്കെ തിരഞ്ഞ് പശുക്കിടാങ്ങളെയൊന്നും കാണുന്നില്ല. എന്നാൽ പിന്നെ വിവരം പറയാം, എന്നിട്ട് ഒന്നിച്ച് അന്വേഷണമാവാം എന്നുള്ള നിലയ്ക്ക് തിരിച്ചു വരുന്നതായിട്ട് അഭിനയിക്കുന്നു. ഇവിടെ വന്ന് നോക്കുമ്പോൾ കുട്ടികളെയും കാണാനില്ല. കുറച്ച് നേരമൊക്കെ സങ്കടം അഭിനയിച്ചു. തുടർന്നാണ് താൻ തന്നെയായി വിസ്തരിക്കപ്പെട്ടത്. അന്ന് വൈകിട്ട് പശുക്കൾക്കും അതുപോലെ തന്നെ ഈ ഗോപകുമാരന്മാരുടെ മാതൃവൃന്ദത്തിനും ഗംഭീര അനുഗ്രഹമായി, സദ്യയായി, ആസ്വാദനമായി 1 വർഷം നീണ്ടു നിന്നു. ഇവിടെ കാലഗണനയിലുള്ള ഒരു വ്യത്യാസമാണ്. ബ്രഹ്മാവ് കുറച്ച് നേരം പരീക്ഷണം നടത്തി, അത്രയേ ഉള്ളൂ. പക്ഷെ അതിവിടെ വരുമ്പോഴേക്കും 1 വർഷം. 1 വർഷം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വന്ന് നോക്കിയെന്നാണ്. വിസ്മയാധീനനായിപ്പോയി. കാരണം ഒളിപ്പിച്ചു വെച്ച പശുക്കിടാങ്ങൾക്ക് തുല്യം താഴെ പശുക്കിടാങ്ങൾ മേയുന്നു. ഗോപകുമാരന്മാർക്ക് തുല്യം ഗോപകുമാരന്മാർ ആർത്തുല്ലസിക്കുന്നു. അപ്പോൾ വളരെ വിസ്മയാധീനനായിട്ട് നോക്കി. സംശയം തോന്നി, ഇനിയിപ്പോൾ ഇവിടെ ഞാൻ ഒളിപ്പിച്ചു വെച്ചതിനെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വാധീനിച്ചെടുത്തു കൊണ്ടുപോയോ
പൊളിപ്പിച്ച് വെച്ചെടുത്ത് നോക്കിയപ്പോൾ അവരൊക്കെ സമാധിഭാവത്തിൽ അങ്ങനെ ലയിച്ചിരിക്കുക. അപ്പം അതല്ല. പിന്നെ ഇതെങ്ങനെ? ഭഗവാൻ ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് വസ്തുത. എന്താ ഉത്തരം? സ്വയം മാറാതെ തന്നെ എല്ലാമായി തീരാൻ സാധിക്കും. ശാസ്ത്രീയ ഭാഷയിൽ, സാങ്കേതിക ഭാഷയിൽ സ്വസ്വരൂപം അപരിത്യജ്യ രൂപാന്തര ആപത്തി, സ്വന്തം സ്വരൂപത്തെ വെടിയാതെ തന്നെ മറ്റൊന്നായിട്ട് പ്രകടമാവാൻ സാധിക്കുക. ഇതിനെ വിവർത്തമാറ്റം എന്നാണ് പറയുക. ഇപ്പം സർഗത്തിൽ വിവർത്തമാറ്റമാണ് സംഭവിച്ചത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മാവ് എന്ന ഉപാധി പോലും ആവശ്യമില്ല, സൃഷ്ടി നിർവഹിക്കാൻ സാധിക്കും. പക്ഷേ ബ്രഹ്മാവ് എന്നൊരു സ്ഥാനം, ഇന്ദ്രൻ എന്നൊരു സ്ഥാനം, ഇങ്ങനെയൊക്കെ കൽപ്പിച്ചുകൊണ്ട് ജീവന്മാർക്ക് മുക്തി സോപാനമായി ഇതൊക്കെ ഉപയുക്തമാകട്ടെ, അതുകൊണ്ടാണ് ഭഗവാൻ വ്യവസ്ഥ ചെയ്തത്. അപ്പോൾ ബ്രഹ്മാവ് ഇത് തിരിച്ചറിയുന്നു. ഇങ്ങനെ തിരിച്ചറിഞ്ഞ ബ്രഹ്മാവ് ഏവം സമ്മോഹയൻ വിഷ്ണും വിമോഹം വിശ്വമോഹനം, ഭഗവാനെ സമ്മോഹിപ്പിച്ച ബ്രഹ്മാവ്. ഭഗവാനാണെങ്കിലോ പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കാൻ സമർത്ഥനാണ്. ആ പ്രഭു സ്വന്തം മായ കൊണ്ട് എല്ലാമായി തീർന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ബ്രഹ്മാവ് സൃഷ്ട്വാ ചതുർമുകുടകോട്ടീരംഘ്രിയുഗ്മം നത്വാ മുദശ്രുസുജലൈഹി അകൃതാഭിഷേകം, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ സ്പർശിച്ചുകൊണ്ട് തൻ്റെ 4 ശിരസ്സുകളിലും അണിഞ്ഞിട്ടുള്ള കിരീടം ഭഗവാന്റെ പാദങ്ങളിൽ സ്പർശിക്കുമാറ് വന്ന് നമസ്കരിച്ചു. എന്നിട്ട് മുദശ്രു, കണ്ണുനീര് കൊണ്ട്, എങ്ങനെയുള്ള കണ്ണുനീരാണ്? സന്തോഷ കണ്ണീര് കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു, പാദങ്ങളിൽ അഭിഷേകം ചെയ്തു എന്നാണ്. ഇപ്പം പരീക്ഷിച്ചു, ഭഗവാനാണെങ്കിൽ ബ്രഹ്മാവിനെ ശിക്ഷിച്ചു എന്ന് വന്നാൽ അവിടെ ബ്രഹ്മാവിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീരല്ല ഉണ്ടാവുക, മറിച്ച് ഇവിടെ ആനന്ദ കണ്ണീര്. എന്താ അത്? ആ ഒരു പാഠം എനിക്ക് പഠിഞ്ഞു കിട്ടി, ഈ ബോധ്യം ബ്രഹ്മാവ് പ്രകാശിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ബ്രഹ്മാവ് ചെയ്യുന്ന സ്തുതി വളരെ ശ്രദ്ധേയമാണ്. ഹേ സർവേശ്വര, അങ്ങ് എല്ലാ പ്രകാരത്തിലും സ്തുതിക്കപ്പെടേണ്ടവനാകുന്നു. ഹേ നീലമേഘശ്യാമളവർണ്ണ, മിന്നൽ പ്രഭയുള്ള മഞ്ഞപ്പട്ടും ഉടുത്ത് മയിൽപ്പീലിയും വനമാലയുമൊക്കെ അണിഞ്ഞ് ഓടക്കുഴലും കയ്യിൽ ചെറു ചോറുരുളയും ധരിച്ച അവിടുത്തെ മൃദുപാദങ്ങളിൽ എൻ്റെ പ്രണാമം. അസ്യാപി ദേവവപുഷോ മദനുഗ്രഹസ്യ സ്വേച്ഛാമയസ്യ നതു ഭൂതമയസ്യ കോപി നേശേ മഹിത്വവസിതും മനസാന്തരേണ സാക്ഷാത്തവൈവ കിമുദാത്മസുഖാനുഭൂതേ. ഹേ പ്രഭോ, അങ്ങ് എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി, ഇവിടെ ശിക്ഷിക്കാൻ വേണ്ടി എന്നല്ല ബ്രഹ്മാവ് പറയുന്നത്, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി. എന്താ അനുഗ്രഹിക്കാൻ വേണ്ടി ചെയ്തത് ഭഗവാൻ? മോഹന ശരീരത്തെ, പഞ്ചഭൂത സ്പർശമില്ലാത്ത ശരീരത്തെ അങ്ങ് സ്വേച്ഛയാ സ്വീകരിച്ചവനാകുന്നു. ഈ മായാമഹത്വം എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ പ്രഭോ, അങ്ങ് അനുഭവൈക വേദ്യനായ ആനന്ദസ്വരൂപിയാകുന്നു എന്നാണ് സ്തുതിച്ചത്. ഈ സ്തുതിയിൽ സൂചിതമായ വസ്തുത എന്താണ്? എപ്രകാരമാണ് സർഗം നിർവഹിതമാവുക എന്നതെനിക്ക് മനസ്സിലായി. ഈ ഒരു ഘട്ടം നമ്മുടെ സാധനാന്വേഷണത്തിലും തത്വാന്വേഷണത്തിലും വളരെ പ്രധാനമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഇപ്പോൾ പ്രസക്തമായ ഘട്ടങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും.
അതിന് കാരണമായിട്ട് മറ്റ് വസ്തുതകളുണ്ട്, ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ചേർന്നാണ് ഇനിയൊരു പുതിയ, ഇപ്പോൾ ഒരു കെട്ടിട നിർമ്മാണം നടക്കുന്നിടത്ത് ചെന്നാൽ അവിടെ നിർമ്മാണത്തിൻ്റെ, നിർമ്മിതിയുടെ ഭാഗമായിട്ട് പല ഘടകങ്ങളും, കല്ലും മണ്ണും സിമൻറ്റും കമ്പിയും മറ്റൊക്കെ കൊണ്ടുവന്ന് നിരത്തിയിട്ട് നമ്മൾ കാണും. അതുകൊണ്ടാണ് ആ കെട്ടിടം പണിയുന്നത്. അപ്പം അസംസ്കൃത പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് അവിടെ ഉണ്ട്, അത് വെച്ച് ചെയ്യുന്നു. ഇതിന് മുമ്പുള്ള ഒരു ഘട്ടം മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. എന്താ മുമ്പുള്ള ഘട്ടം? മുമ്പുള്ള ഘട്ടത്തിൽ അസംസ്കൃത പദാർത്ഥങ്ങളില്ല. ആ അസംസ്കൃത പദാർത്ഥങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്? അവിടെ ഭഗവാൻ സ്വയം മാറാതെയാണ് ആയിത്തീർന്നത്. ഈ ഒരു ഘട്ടം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തിൽ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് പാടി തന്നത്. അവിടെ അഭിന്ന നിമിത്ത ഉപാദാന കാരണമായിട്ട് ഭഗവാൻ പരിലസിക്കുന്നു. എന്താ അഭിന്ന നിമിത്ത ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഉപാദാന കാരണം എന്ന് പറഞ്ഞാൽ കാര്യത്തിലുടനീളം വ്യാപിച്ചിരിക്കുന്ന കാരണം. ഉദാഹരണമായിട്ട് വിവിധ ആഭരണങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർണം എല്ലാ ആഭരണങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. അതാണ് ഉപാദാന കാരണം. നിമിത്ത കാരണം എന്ന് പറഞ്ഞാൽ സൃഷ്ടി നിർവഹിക്കുന്നതിനുള്ള അറിവും കഴിവും ഉള്ള ശക്തിവിശേഷം സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് സാധാരണ ലോക വ്യവഹാരത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഉദാഹരണമായിട്ട് ആഭരണം ഉണ്ടാക്കുന്ന സ്വർണ്ണപ്പണിക്കാരൻ ആഭരണങ്ങളിലില്ല. ഇപ്പം സാമാന്യേന നമ്മുടെ സൃഷ്ടി അവബോധത്തിൽ ഉപാദാന കാരണം വേറെ, നിമിത്ത കാരണം വേറെ. ഇവിടെ പക്ഷേ ഉപാദാന കാരണവും നിമിത്ത കാരണവും അഭിന്നമാണ്. ചതുശ്ലോകി ഭാഗവതത്തിൽ അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനല്ലാതെ ഇവിടെ വേറെ ഒന്നും ഇല്ല, ഞാനേ ഉള്ളൂ. അപ്പം സൃഷ്ടിയാണെങ്കിലോ അത് എൻ്റെ മായാപ്രഭാവം കൊണ്ട് പ്രകടമായി കാണുന്നതാണ്. എന്നെ കൂടാതെ അവയ്ക്ക് അസ്തിത്വം ഇല്ല. ഈ പാഠം ബ്രഹ്മാവ് മനസ്സിലാക്കി. ഇത് നമ്മളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ എവിടെ എത്തിച്ചേരും? ഓരോന്നിൻ്റെയും കാരണമൊക്കെ അന്വേഷിച്ച് സർവേശ്വരനെ തിരഞ്ഞു ചെല്ലുകയാണ്. അപ്പം എവിടെ എത്തിച്ചേരും? ഇന്നത്തെ ഒരു ശാസ്ത്രത്തിൻ്റെ വിശകലന ദൃഷ്ടിയിൽ മുന്നോട്ട് പോയാൽ എല്ലാം ഊർജം എന്ന ഒരു ഘട്ടത്തിൽ എത്തിച്ചേരും. ആ ഊർജം ഭഗവാനാണോ? ചിലരവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ച് കളയും, അല്ല എന്ന് പറയും. പിന്നെ ആരാണ് ഭഗവാൻ? ഈ ഊർജത്തിന് പോലും സത്താസ്ഫൂർത്തി നൽകുന്ന ബോധമാണ് ഭഗവാൻ. ആ ഭഗവാൻ പുരുഷനാണ്. ഊർജം എന്നത് നമ്മുടെ ആചാര്യന്മാരുടെ ദൃഷ്ടിയിൽ പ്രകൃതിയാണ്, മൂലപ്രകൃതിയാണ്. അത് ഊർജമല്ല, അതിനേക്കാൾ സൂക്ഷ്മമാണ്. ഊർജം എന്ന് പറയുന്നത് ഒരു ബാഹ്യ സർവാധാര തത്വമായിട്ടാണ് ഫിസിക്സൊക്കെ പറയുക. ഇത് പക്ഷേ ഭാവനാത്മകമാണ്. മായ എന്ന് പറയുന്നത് മായ ഭാവനാത്മകമാണ്. അങ്ങനെ ഒരു വസ്തുതയും കൂടി ഉണ്ട്. ഇരിക്കട്ടെ, അതിനും അപ്പുറത്തുള്ള തത്വം. ഇങ്ങനെ ഭഗവാനെ തിരിച്ചറിയണം. എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത്? ഭഗവാൻ അഭിന്ന നിമിത്ത ഉപാദാന കാരണമാണ്. നിമിത്ത കാരണവും ഉപാദാന കാരണവും ഒന്ന്. ജ്ഞാനസ്വരൂപിയായ അങ്ങയെ അറിയാൻ ആർക്കും സാധിക്കില്ല. ബ്രഹ്മാവ് പറയാണ്, കാരണം അങ്ങ് ജ്ഞാനത്തിന് വിഷയമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അങ്ങ് തന്നെയാണ് ജ്ഞാനം.
ജ്ഞാനത്തിൻ്റെ വിഷയം അത് ജഡമായിരിക്കും, അത് നിർമ്മിക്കപ്പെട്ടതായിരിക്കും, അത് നാശയുക്തമായിരിക്കും. അങ്ങ് അക്ഷരസ്വരൂപിയാണ്, അനശ്വരനാണ്. അതുകൊണ്ട് അങ്ങ് ഒരിക്കലും അറിവിന് വിധേയമാവുന്നില്ല. അറിവുമറിഞ്ഞിടുമർത്ഥവും പുമാന്തൻ അറിവുമൊരാദിമഹസ്സുമാത്രമാകും വിരളത വിട്ടു വിളങ്ങുമം മഹസ്സാം മഹത്താം അറിവിലമർന്നതു മാത്രമായിടേണം. വീണ്ടും നാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ പാടിത്തരുന്നു. അറിവ്, അറിഞ്ഞിടുന്ന അർത്ഥം, അറിവിന് വിധേയമായ വിഷയം, അറിയുന്ന ആള്, ഇതൊക്കെ ത്രിപുടിയുടെ മേഖലയിലുള്ളതാണ്. ത്രിപുടി എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ പരിമിതങ്ങളാണ്. അറിയുന്ന ആള് അവസാനിക്കുന്നിടത്താണ് അറിയാനുള്ള വിഷയം ആരംഭിക്കുക. ആ പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കൊക്കെ അപ്പുറത്തുള്ള ശുദ്ധജ്ഞാനമാണ് ത്രിപുടി രഹിത ജ്ഞാനം. അതാണ് ഭഗവാൻ. ആ ഭഗവാനെ മനസ്സിലാക്കാൻ ബ്രഹ്മാവിന് ഈ പരീക്ഷണത്തിലൂടെ സാധിച്ചു. നമുക്കും ഇത് സാധിക്കണം. ഇവിടെ ബ്രഹ്മാവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി പറയുന്നു, ഭഗവാനെ അങ്ങേ അറിയാൻ ആർക്കും സാധിക്കില്ല, മറിച്ച് അങ്ങയിൽ സമർപ്പണം ചെയ്താൽ അങ്ങേ അനുഭവമാകും. എങ്ങനെ അനുഭൂതമാകുക ഭഗവാൻ? അവരവരിൽ അന്തര്യാമി സ്വരൂപേണ പരിലസിക്കുന്ന തത്വമാണ് എന്നുള്ള നിലയിൽ ബോധ്യപ്പെടും. ഇത് നമ്മുടെ സാധനാ യാത്രയിൽ പ്രധാന ഘട്ടമാണ്, ഘടകമാണ്. ഇപ്പം നമ്മളിപ്പോഴും ആരാധിക്കുക എങ്ങനെയാണ്? ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് വൃക്ഷത്തെ തൊഴും, പക്ഷിയെ തൊഴും, പാമ്പിനെയും നമ്മൾ ആരാധിക്കും. ഇതൊക്കെ ഒരു രീതി. പോകെ പോകെ എവിടെ എത്തണം ചോദിക്കുക. കേട്ടില്ലേ? അന്വേഷകനിൽ എത്തിച്ചേരണം. ഇപ്പം ഈ യാത്രയിൽ ഇതൊരു പ്രധാന ഘട്ടമാണ്, ഘടകമാണ്. പുരേഹ ഭൂമൻ ബഹവോ വിയോഗിനത്തതർപ്പിദേഹ നിജകർമ്മലബ്ധയാ വിബുദ്ധ്യ ഭക്തിൈവ കഥോപനീതയാ പ്രപേതിരേജ്ഞോച്യുത തേ ഗതിം പരാം. ഹേ ഭഗവൻ, അനവധി പേരാണ് തദർപ്പിദേഹ നിജകർമ്മലബ്ധയാ, കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഒക്കെ അവിടുത്തേക്ക് അർപ്പണമായി ചെയ്തുകൊണ്ട്, അവിടുത്തെ കഥകളെ നിരന്തരം ശ്രവിച്ചുകൊണ്ട് തത്വബോധത്തെ നേടി അച്യുതപ്രാപ്തിയെ സാധിച്ചിട്ടുള്ളവർ അനവധി പേരുണ്ട്. അപ്പം സമർപ്പണത്തിൻ്റെ വഴിയാണ് സാക്ഷാത്കാരത്തിൻ്റെ ഉചിതമായ പാത. അറിവ് എന്നുള്ളത് സമർപ്പണ ബുദ്ധി കൂടാതെ സംഭവിക്കുന്നില്ല. ഈ കാര്യം ബ്രഹ്മാവ് നമുക്കെല്ലാവർക്കും വേണ്ടി അറിയിച്ചു തരുന്നു. ഹേ അവിക്രിയാത്മാവായ പ്രഭോ, അവിടുത്തെ അനന്ത ഗുണങ്ങൾ വിമലാത്മാക്കൾ നന്നായി അറിയുന്നു. ഇതും നമുക്ക് സാധനയായി ഉപയോഗിക്കാവുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇതിനെ സാധനയായിട്ട് ഉപയോഗിക്കുക? ഭഗവാന്റെ നിർഗുണഭാവം, നിർഗുണഭാവം എന്നുള്ള പ്രയോഗത്തിൽ നിരാകാരഭാവം അന്തർഹിതമാണ്, അണ്ടർസ്റ്റുഡാണ്. നിർഗുണമാണെങ്കിൽ ആകൃതിയുമില്ല. അപ്പം ആകൃതിയില്ലാത്ത ഭഗവാന്റെ ഭാവത്തെ ആരാധിക്കുക, ആലോചിക്കുക എന്നുള്ളത് പോലും ബുദ്ധിമുട്ടാണ്. പിന്നെന്താ ചെയ്യുക? സഗുണമഹത്വത്തെ പരിഗണിക്കാം. പക്ഷെ സഗുണമഹത്വം പരിഗണിക്കുമ്പോൾ അത് അനന്തമാണ്, അവർണ്ണനീയമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ രാഗദ്വേഷങ്ങൾ പുലർത്തുന്നതിന് പകരം ഈ പ്രപഞ്ച വിസ്മയം കാണുമ്പോഴേ അതിൽ ഇഷ്ടാനിഷ്ടത്തെ വളരാൻ വിടരുത്. പകരം അതിനെ ചൊല്ലി ഭഗവത് ലീല എന്ന് അഭിനന്ദിക്കാനും അത്ഭുതപ്പെടാനും സാധിക്കണം. അങ്ങനെ അത്ഭുതപ്പെടാൻ തുടങ്ങിയാൽ വിഭവങ്ങൾ അനവധിയുണ്ട്. ഗർഭസ്ഥാവസ്ഥയിൽ ശിശു ഘട്ടം ഘട്ടമായി വളർന്നു വരുന്നത് തൊട്ട് ഇപ്പോഴൊക്കെ പല പ്രകാരത്തിലാണ് ഈ അത്ഭുത ലീലാവിലാസത്തെ
അവർ ശാസ്ത്രീയമായിട്ട് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, ഒരു വീഡിയോ ക്ലിപ്പിങ് വ്യാപകമായിട്ട് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാളുടെ കണ്ണിലേക്ക് ലെൻസ് ഫോക്കസ് ചെയ്യുന്നു. ആ ലെൻസ് എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്ന സൂപ്പർ ലെൻസാണ്, കേട്ടില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ആ ലെൻസിൻ്റെ പ്രഭാവം കൂട്ടുന്നതിനനുസരിച്ച് ഈ കണ്ണിൻ്റെ ആഴത്തിലേക്ക് ഇങ്ങനെ പോയി 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 അതിലൊരു ഞരമ്പ് എന്നൊക്കെ പറയുന്ന വലിയൊരു സിലിണ്ടർ പോലെയൊക്കെ കാണും. അങ്ങനെ പോയി 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 അത്ഭുതകരമായ ഒരു ലോകം. ഇതൊക്കെ എങ്ങനെ ഭംഗിയായിട്ട് ക്രോഡീകരിച്ച് ഈ പ്രപഞ്ച വിസ്മയത്തെ സാധിപ്പിച്ചിരിക്കുന്നു. ഇത് കൊള്ളാം ഇത് കൊള്ളില്ല എന്ന് വിലയിരുത്തി, ഇയാൾ കൊള്ളാം അയാൾ കൊള്ളില്ല എന്ന് ശത്രുതയും ബന്ധുത്വവും ഒക്കെ പുലർത്തി കഷ്ടപ്പെടുന്നതിന് പകരം പ്രപഞ്ച വൈവിധ്യത്തെ കണ്ട് വിസ്മയിക്കൂ, ആശ്ചര്യപ്പെടൂ. ഇതൊരു നല്ല സാധനയാണ് എന്ന് പറയും. ഊഴിയിലെ പൂഴി പോലെ എണ്ണിയാലൊടുങ്ങാത്ത അനന്ത വൈഭവമുള്ള പ്രഭു. നക്ഷത്രജാലങ്ങളുടെയൊക്കെ ചരിത്രമൊക്കെ ആലോചിച്ചാൽ ആശ്ചര്യപ്പെടാനേ വകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് രണ്ടുണ്ട് ഗുണം. ഒന്ന്, സർവേശ്വരൻ്റെ അനന്ത ഗുണങ്ങളെക്കുറിച്ച് ആലോചിച്ച് ആശ്ചര്യഭരിതരാകുമ്പോൾ അന്ധക്കരണവൃത്തികളൊക്കെ സ്വയം ശാന്തമാവും. രണ്ട്, നമ്മുടെ കൊച്ചു കൊച്ചു ആവേശങ്ങളും താല്പര്യങ്ങളുമൊക്കെ അപ്രസക്തമാവുന്നത്, അതിനൊന്നും ഒരു ന്യായവുമില്ല യുക്തിയുമില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമാവും. പല ശത്രുതകളും പല ബന്ധുത്വങ്ങളുമൊക്കെ നമ്മെ വരിഞ്ഞു മുറുക്കുന്നത് ക്രമേണ അയഞ്ഞു പോകും. മനസ്സിലായില്ലേ? പകരം ഉത്തരവാദിത്വ നിർവഹണത്തിൽ വീഴ്ചയില്ല, എന്നാൽ ഒന്നിലും ആസക്തിയൊട്ട് പുലർത്തുന്നുമില്ല. ഈ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഭഗവാന്റെ പല പ്രകാരത്തിൽ വിസ്തരിക്കപ്പെട്ടിട്ടുള്ള സഗുണഭാവത്തെ ആരാധിക്കുന്നത് കൊണ്ട് സാധിക്കും. തുടർന്ന് ബ്രഹ്മാവ് ആ വിഷയത്തിൽ നമുക്ക് മാർഗദർശനം നൽകുകയാണ്. തത്തേനുകമ്പാം സുസമീക്ഷമാണോ ഭുഞ്ചാന ഏവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വപുർഭിർ വിദധൻ നമസ്തേ ജീവേതയോ മുക്തിപതേ സദായ ഭാക്ക്. മുക്തിപദത്തിന് അർഹത നേടാനുള്ള വഴി എന്താ? ഈ മോക്ഷത്തിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കാനുള്ള വഴി എന്താ? കരണീയമായിട്ടുള്ള വഴി ഭഗവാനെ സകല കർമ്മഫലങ്ങളെയും അവിടത്തേക്ക് നിവേദിക്കുകയാവുന്നു. ഈ കർമ്മഫല നിവേദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തതിൽ നിന്ന് കിട്ടുന്ന ഫലമില്ലേ, അതിനെ പ്രത്യക്ഷത്തിൽ നിവേദിച്ച് ശീലിക്കാം. അതായത് പൂജാമുറിയിൽ ആഹാരം കൊണ്ട് നിവേദ്യമാക്കി സമർപ്പിച്ച ശേഷം പ്രസാദം സ്വീകരിക്കുന്നു. അത് വളരെ സ്ഥൂലമായിട്ടുള്ള ഒരു ആരാധനയാണ്. പിന്നെയോ ഫലം പ്രമാണിച്ച് നമുക്ക് ഇത് ലാഭം, ഇത് നഷ്ടം, ഇത് സുഖം, ഇത് ദുഃഖം എന്നിങ്ങനെയുള്ള വിലയിരുത്തലുണ്ട്. അതൊഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒക്കെ എൻ്റെ ഒരു ആരാധന മാത്രമാണ് ഭഗവാനെ. കേട്ടില്ലേ? എൻ്റെ ഒരു ആരാധന മാത്രം. ചിലരെന്തെങ്കിലുമൊക്കെ സേവനമൊക്കെ ചെയ്തിട്ട് എന്താ ഇപ്പം അതിൻ്റെ ഒരു അയ്യോ ഒന്നും വേണ്ട അല്ലേ? ഇപ്പോൾ സ്വാമിയുടെ ക്ലാസ്സിലൊക്കെ വന്നിരുന്നിട്ടുള്ളവർ, ഉദാഹരണമായിട്ട് ദന്തിസ്, ഇപ്പോൾ പല്ലിന് എന്തെങ്കിലും പ്രയാസമാകുമ്പോൾ പരിചയമുണ്ട്, അതുകൊണ്ട് ആ ഡോക്ടറെ അടുത്ത് പോകാം. പണ്ട് ക്ലാസ്സിലൊക്കെ വന്നിട്ട് അപ്പോൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വലിയ കാശൊക്കെയാണ്. പക്ഷെ ഒക്കെ കഴിഞ്ഞാൽ എന്താ പറയും, അയ്യോ സ്വാമിജി ഒന്നും വേണ്ട അല്ലേ? ഇത് ഭഗവാനെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മുടെ പിറവിക്കും വളർച്ചയ്ക്കും പോഷണത്തിനും എല്ലാറ്റിനും ഒരുപാട് പ്രകാരത്തിൽ അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഹാപ്രഭുവിനോടുള്ള പ്രണയം കൊണ്ട് ഇത് ഞാൻ വേണ്ടാന്ന് വയ്ക്കുന്നു, ഇത് അവിടത്തേക്ക് സമർപ്പിച്ചതാണേന്ന് ചിന്തിക്കുന്നു. കേട്ടില്ലേ? ഇതും കർമ്മഫല ത്യാഗമാണ്. ഇനി അന്ധക്കരണത്തിൽ ഈ കർമ്മം ചെയ്തതും
കർമ്മഫലം വന്നു ചേർന്നതും ഒക്കെ ഉളവാക്കുന്ന ചില സ്മൃതികളുണ്ട്. ആ സ്മൃതികളെ അർപ്പിക്കുക. ഈ സ്മൃതികളെ അർപ്പിക്കുക എന്ന് പറയുന്നത്, സ്മൃതികൾ അർപ്പണമല്ലാത്ത പ്രകാരത്തിൽ അവിടെ വർത്തിക്കുമ്പോഴാണ് അത് പലരോടുമുള്ള ദേഷ്യവും ശത്രുതാഭാവവും മറ്റും ഒക്കെയായിട്ട് നമ്മെ ശല്യം ചെയ്യുക. അതൊക്കെ തന്നെ ദയയായിട്ട്, സ്നേഹമായിട്ട്, അനുകമ്പയായിട്ട്, ദാനമായിട്ട് ഒക്കെ മാറ്റിയെടുക്കാമെങ്കിൽ ആ വികാരങ്ങൾ, ചിത്തവൃത്തികൾ, ചിത്തത്തിലുള്ള ചിന്തകൾ, അത് നമ്മെ ദ്രോഹിക്കാത്തൊരവസ്ഥ വരും. ഇതും സമർപ്പണമാണ്. അടുത്ത സമർപ്പണം എന്താണെന്നറിയാമോ? നാം ഇന്ദ്രിയങ്ങളിലൂടെ വേദിക്കുന്ന, അറിയുന്ന ഈ സകലമാന പ്രപഞ്ചവും അറിയുന്ന ഇന്ദ്രിയങ്ങളും ശരീര ഉപാധികളും ഒക്കെ കർമ്മഫലമാണ്. അതുകൊണ്ട് ഇതിലുള്ള ആത്മബുദ്ധിയെ സമർപ്പിക്കുന്നതും കർമ്മഫല സമർപ്പണം. അതിപ്പോൾ ചെയ്യുന്നത് കൊണ്ട് അല്ല, ചെയ്തതുകൊണ്ടാണ്. എവിടെയൊക്കെയോ കർമ്മങ്ങൾ നടന്നുകൊണ്ടാണ് ഇതൊക്കെ ഈ ലോകം മുഴുവൻ രൂപപ്പെട്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്രിയാകാരക എന്നിങ്ങനെയൊക്കെയുള്ള പട്ടികയിൽ പെടും. ക്രിയാകാരക, ഫല, കരണ ഒക്കെ പട്ടികയിൽ പെടുന്നതാണ് ഈ ലോകം മുഴുവൻ. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ സർവേശ്വരൻ, ഇതിൽ ഞാൻ എന്നുള്ള ബുദ്ധിയെ വെടിയുന്നതാണ് ഗംഭീര സമർപ്പണം. മുൻ പ്രഭാഷകൻ സൂചിപ്പിച്ചതുപോലെ ബലിചക്രവർത്തി ഈ സമർപ്പണം ചെയ്തപ്പോഴാണ് മഹാബലിയായി മാറിയത്. കേട്ടില്ലേ? ത്രിഭുവനവും അവിടുത്തെ തൃപ്പാദത്തിൽ, എൻ്റേതല്ല, ഞാനല്ല. ഓക്കെ, ഇങ്ങനെ സമർപ്പണം ചെയ്താൽ കാലേനാത്മനി വിന്ദതി, അത് നമ്മെ മുക്തിപദത്തിലേക്ക് നയിച്ചോളും. ഈ വിഷയത്തിൽ ഗീതയിൽ ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. യേതു സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധസ്വ വിഗതജ്വര എന്ന് ആഹ്വാനം ചെയ്തിട്ടേ ഭഗവാൻ പറയാണ്, ഇങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ, ഏതു സർവാണി കർമാണി മയി സന്യസ്യ അധ്യാത്മചേതസ ചെയ്തു തുടങ്ങിയാൽ, തേഷാം സമുദ്ധർത്ഥാ ഭവാമി നചിരാത്ത് മൃത്യു സംസാര സാഗരാത്ത്, അവരുടെ സമുദ്ധർത്താവായിട്ട് ഞാൻ മാറും. മൃത്യു സംസാര സാഗരത്തിൽ നിന്ന് അവരെ ഉദ്ധരിക്കുന്നവനായിട്ട് ഞാൻ മാറും. ഒരുപാട് വാഗ്ദാനങ്ങൾ അങ്ങനെ ഭഗവാൻ ഗീതയിൽ നൽകുന്നുണ്ട്. തേഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാനജം തമഹ നാശയാമി ആത്മഭാവസ്ഥ, അവരിലെ ആത്മഭാവസ്ഥനായിട്ട് അജ്ഞാനമാകുന്ന കൂരിരുട്ടിനെ നീക്കുന്ന ജ്ഞാനപ്രഭയായിട്ട് ഞാൻ ജ്വലിക്കും. ഇത് നമുക്കൊക്കെയുള്ള ഒരു വാഗ്ദാന അനുഗ്രഹമാണ്. ഇത് നേടിയെടുക്കാനുള്ള സമർപ്പണത്തിൻ്റെ, പ്രേമത്തിൻ്റെ, ഭക്തിയുടെ, വൈരാഗ്യത്തിൻ്റെ, ഭഗവത് അനുരാഗത്തിൻ്റെ പാതയിലൂടെ ആവും പോലെ ചരിക്കാം. ഭാഗവത സപ്താഹങ്ങൾ കേൾക്കും തോറും, സത്രങ്ങളിൽ ശ്രവണം നടത്തും തോറും ഈ വിഷയത്തിലാവട്ടെ നമ്മുടെ പുരോഗതി. കേട്ടില്ലേ? രാഗദ്വേഷ ജയം, സർവ സമർപ്പണം, ഇതാണ് സാധിക്കേണ്ടത്. ഈ പശുക്കുട്ടികളെയും ഗോപകുമാരന്മാരെയും ഒക്കെ ഞാൻ മറച്ചു വെച്ചത് ഭഗവാനെ തീപ്പൊരി അഗ്നിക്ക് മുന്നിൽ നടത്തുന്ന ഒരു ഏർപ്പാടായിപ്പോയി. തീപ്പൊരിയാണ് എന്നുള്ളത് ഒരു മുഖ്യമായിട്ടുള്ള കാര്യമാണ്. കേട്ടില്ലേ? ഭഗവാനിൽ നിന്ന്, ഭഗവാനാകുന്ന അഗ്നിയിൽ നിന്ന് വന്ന തീപ്പൊരി. എന്നിട്ട് ഭഗവാന് നേരെ തീപ്പൊരി അഗ്നിക്ക് നേരെ നടത്തിയ ഒരു പരിപാടിയായിപ്പോയി. ഏതായാലും അവിടുന്ന് മായ ശരിയായ അതിൻ്റെ വൈഭവത്തെ എനിക്ക് കാണിച്ചു തന്നൂലോ, സന്തോഷമായി. പ്രഭോ, അങ്ങ് എന്നെ വാസ്തവത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. തുടർന്ന് ബ്രഹ്മാവ് പറയാണ്, അങ്ങ് ഇതിനെ ഒരു പരീക്ഷണമായിട്ടോ അല്ലെങ്കിൽ നിന്ദയായിട്ടോ കാണില്ല. എന്താ കാരണം? അങ്ങ് സർവാതീതനാണ്, ഞാനൊരു നിസ്സാരൻ.
അവിടുത്തെ ആ ഒരു നിലയനുസരിച്ച് എന്നോടൊന്നും തോന്നേണ്ട കാര്യമില്ല. എപ്രകാരമാണോ മാതൃഗർഭസ്ഥൻ ആയിട്ടുള്ള ശിശുവിൻ്റെ, മാതൃഗർഭത്തിൽ ശയിക്കുന്ന ശിശു അമ്മയെ ദ്രോഹിക്കും, ചവിട്ടുമൊക്കെ ചെയ്യും വയറ്റിലിരുന്നിട്ട്. അത് അമ്മയ്ക്ക് നിർവൃതികരമാണ്. പ്രഭോ, അങ്ങ് ഈ പ്രകാരം എൻ്റെ ഈ ഒരു ഏർപ്പാടിനെ അംഗീകരിക്കും, ആസ്വദിക്കും എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്കിതൊരു അപരാധമായി തോന്നേണ്ട കാര്യമില്ല. ഈ മാതൃഗർഭസ്ഥ ശിശു എന്ന പ്രയോഗം വളരെ ധ്യാനാത്മകമാണ്. പ്രപഞ്ചമാകുന്ന ഈ കുക്ഷിയിൽ ഞാനും ഗർഭസ്ഥ ശിശുവിനെ പോലെ വസിക്കുന്നുവല്ലോ, അവിടുത്തെ ഉദരത്തിലാണല്ലോ ഞാനും. ഈ നിലയിൽ ഒരു ക്ഷമായാചനവും ബ്രഹ്മാവ് നിർവഹിക്കുന്നു. തുടർന്ന് സൃഷ്ടിയുടെ പ്രഹേളികയെക്കുറിച്ച്, സൃഷ്ടി എന്നുള്ളതൊരു വലിയ കടങ്കഥയാണ്, അതിനെക്കുറിച്ചുള്ള പല കഥനങ്ങളുമുണ്ട്. ഇതൊക്കെ നമ്മൾ സമയമെടുത്ത് ഇങ്ങനെ അതിലൂടെ കടന്നു പോകണം. അപ്പോൾ ഒരു വശത്ത് പഞ്ചഭൂത സൃഷ്ടിയെ സംബന്ധിച്ച്, ത്രിഗുണ ആവിഷ്കാരത്തെ സംബന്ധിച്ച്, മായാപ്രഭാവത്തെ സംബന്ധിച്ച്, ഇങ്ങേയറ്റത്ത് പലതായി പ്രകാശിക്കുന്ന പ്രപഞ്ചത്തെ സംബന്ധിച്ച്, അതൊക്കെ തന്നെ ഒരു വിരാട് പുരുഷൻ്റെ അംഗമായി അവയവമായി ചേർത്ത് വെച്ചതിനെ സംബന്ധിച്ചൊക്കെ പഠിക്കുക. മറുവശത്ത് സ്വന്തം ശരീരത്തെക്കുറിച്ചും ഇന്ദ്രിയ മനോബുദ്ധികളെക്കുറിച്ചും താരതമ്യം ചെയ്ത് പഠിക്കുക. ഇങ്ങനെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള രണ്ട് വിധ പാഠങ്ങൾ പഠിച്ചാൽ രണ്ടന്വേഷണവും എവിടെ എത്തിച്ചേരും? പുരുഷനിലെത്തിച്ചേരും. പുരുഷൻ എന്ന് പറയുന്നത് മുഴുവൻ പ്രപഞ്ചത്തെയും പരിഗണിക്കുമ്പോൾ സർവം പൂരയതി ഇതി പുരുഷ, എല്ലാറ്റിനെയും പൂരണം ചെയ്യുന്നത്, സ്റ്റഫായിട്ടിരിക്കുന്നത് പുരുഷനാണ്. വ്യക്തിദൃഷ്ട്യാ അത് അന്തര്യാമിയായി പരിലസിക്കുന്ന തത്വമാണ്. ഈ പുരുഷനെ അറിയുന്നു. ഈ പുരുഷനെ അറിയുന്നത് സമഷ്ടി പുരുഷനെ അറിയുന്നതിന് തുല്യമാണ്. ഇവിടെ വസ്ത്രം മാറ്റിയാൽ ഈശ്വരനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഭഗവാൻ രമണ മഹർഷിയും പറയും, ഈശജീവയോർവേഷധീഭിത സത്സ്വഭാവതോ വസ്തു കേവലം വേഷഹാനത സ്വാത്മദർശനം ഈശദർശനം സ്വാത്മരൂപത. ഈശ്വരനും ജീവനും തമ്മിൽ വസ്ത്രത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. വേഷം മാറിയാൽ ഈശ്വരനും ജീവനും ഒന്ന്. ഈ ഒരു സാക്ഷാത്കാരത്തിന് വേണ്ടി കണ്ണ് തുറന്ന് ലോകത്തിൽ വ്യവഹരിച്ചും ഉത്സാഹിക്കാം, കണ്ണടച്ചിരുന്ന് ഉള്ളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാലും ഈ പാതയിൽ പുരോഗമിക്കാം. ഈ രണ്ട് പ്രകാരത്തെയും ബ്രഹ്മാവ് ഭംഗ്യന്തരേണ സൂചിപ്പിക്കുന്നുണ്ട്. കാരണജലത്തിൽ നാരായണൻ പരിലസിക്കുന്നു. അവിടുത്തെ നാഭീ പത്മത്തിൽ നിന്ന് ആവിർഭൂതനായവനാണല്ലോ ഞാൻ. ഈ പത്മസംഭവൻ്റെ അന്വേഷണം ഗതിമുട്ടി. ഒടുവിൽ ഹേ പ്രഭോ, അവിടുന്ന് തന്നെ എനിക്ക് ദർശനം തന്നു. അതുപോലെ സൃഷ്ടി സംബന്ധിയായിട്ടുള്ള സങ്കോചങ്ങളെയൊക്കെ അതിക്രമിക്കാൻ എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ എനിക്ക് ദർശനം തന്ന അവിടുന്ന് യശോദാ മാതാവിന് പോലും അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. വിശ്വരൂപം കാണിച്ചു കൊടുത്തില്ലേ വായയിൽ? യസ്യ കുക്ഷാവിതം സർവം സ്വാത്മം ഭാതി യഥാ തഥാ യത്വയ്യപീഹ തത്സർവം കിമിതം മായയാ വിനാ അദ്യൈവ ത്വധൃതേസ്യ കിം മമനത്തെ മായാത്വമാദർശിതം ഏകോസി പ്രഥമം തതോ വ്രജ സുഹൃത് വത്സാ സമസ്താ അപി താവന്തോസി ചതുർഭുജാസ്തദഖിലൈഃ സാകം മയോപാസിതാഃ താവന്ത്യേവ ചകന്ത്യഭൂഃ തദമിതം ബ്രഹ്മാദ്വയം ശിഷ്യതേ. ഹേ പ്രഭു, അങ്ങ് തന്നെ സകല പ്രപഞ്ചമായി വിരിഞ്ഞിരിക്കുന്നു. അത് ഈ പശുക്കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ എത്ര വ്യക്തമായിട്ട് അങ്ങ് കാണിച്ചു തന്നു.
ഇതെല്ലാം കഴിഞ്ഞ് പ്രപഞ്ചത്തെ വിലയിപ്പിച്ചാലോ അങ്ങ് ഏകനായിട്ട് അദ്വയമായിട്ട് പരിശേഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഈ ഒരു സൃഷ്ടിസ്ഥിതി ലീലയാടുന്ന പ്രഭോ, അഭിന്ന നിമിത്ത ഉപാദാന കാരണമായ അവിടത്തേക്ക് പ്രണാമം. ഇതാണ് ബ്രഹ്മാവ് ചെയ്യുന്ന സ്തുതിയുടെ ഒരു സാരം. ഇത് നമുക്കും നിരന്തരം അനുസ്മരിക്കാൻ സാധിക്കട്ടെ. എല്ലാ സാധനാനുഷ്ഠാനങ്ങൾക്കും ഒപ്പം, എല്ലാ കർത്തവ്യ കർമ്മ നിർവഹണങ്ങൾക്കും ഒപ്പം പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവിന് പോലും ഞാൻ സൃഷ്ടാവാണ് എന്ന അഭിമാനം തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നതിൽ അതിശയിക്കേണ്ട കാര്യമില്ല, ശപിക്കേണ്ട കാര്യവും ഇല്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ ശല്യം ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞാൽ, കർമ്മങ്ങളൊക്കെ ബന്ധനമാവും എന്ന് തിരിച്ചറിഞ്ഞാൽ, മുക്തി ഉപായമായിട്ട് പ്രപഞ്ചത്തിൽ പരമപുരുഷനായും ഉത്തമ പുരുഷനായും അന്തര്യാമിയായി അകമേ നിലകൊണ്ട് ആ പ്രഭു പുരേ ശയതി ഇതി പുരുഷ, ഈ ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്നവൻ എന്നുള്ള നിലയിലും അനുഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സ്യത്തിന് എപ്രകാരമാണോ സമുദ്രം എല്ലാ വശത്തു നിന്നും സുരക്ഷയേകുന്നത്, ഇതുപോലെ മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം മോക്ഷം വേണമെന്ന് വ്യക്തത വന്ന ഒരു വൈരാഗിയെ സംബന്ധിച്ചിടത്തോളം, വൈരാഗി എന്ന് പറഞ്ഞാൽ ഭഗവത് അനുരാഗം വേണ്ടത്ര വർദ്ധിച്ച ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം അകത്തും പുറത്തും ഭഗവാൻ മോക്ഷപഥം, മോക്ഷപദപ്രാപ്തിക്ക് വേണ്ടി വിരചിച്ചിരിക്കുന്നു. മോക്ഷമാർഗത്തെ പുറത്തും അകത്തും. അതുകൊണ്ട് കണ്ണ് തുറന്ന് വ്യവഹരിക്കുന്നതിലും ആശങ്കപ്പെടേണ്ടതില്ല. കണ്ണടച്ചിരിക്കാൻ കഴിയുമെങ്കിൽ അതും ഉപകാരപ്രദമാവും. പക്ഷേ ഈ ചില ബോധ്യങ്ങളില്ലാതെ വന്നാൽ അനുഷ്ഠാനങ്ങൾ വേണ്ടത്ര സഫലമാവില്ല, വിഫലമായി പോവും. ഭഗവത്ഗീതയിൽ ആ കാര്യം ഭഗവാൻ പറയുന്നുണ്ട്. ശ്രേയോഹി ജ്ഞാനം അഭ്യാസാത്ത്, അനുഷ്ഠാനങ്ങളെക്കാൾ ശ്രേഷ്ഠമായത് ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനങ്ങൾ വേണ്ട എന്നല്ല അർത്ഥം. അനുഷ്ഠാനങ്ങൾക്കൊപ്പം ജ്ഞാനം ഉറപ്പാക്കിയിരിക്കണം. ഹേ ഭഗവാനെ, ത്രിഗുണങ്ങളെ വിസ്തരിച്ച് സൃഷ്ടാവും സ്ഥിതികർത്താവും വിലയന ദൗത്യം നിർവഹിക്കുന്ന പരമശിവനും ഒക്കെ ആയി തീർന്നിരിക്കുന്നത് അങ്ങാണല്ലോ. ത്രിഗുണങ്ങളിലൂടെ പ്രകടമായിട്ട് അങ്ങാണല്ലോ. ഹേ പ്രഭോ, അങ്ങ് പക്ഷേ അജനാണ്, ജനിക്കുന്നില്ല. എന്നാലോ അനവധി അവതാരങ്ങൾ എടുത്ത് പരിലസിക്കുകയും ചെയ്യുന്നു. അവതാരം രണ്ട് വിധമാണ്. ഒന്ന് ഭഗവാന്റെ ആ ഒരു അപൂർണ വൈഭവത്തെ പ്രകാശിതമാക്കുന്ന അവതാരങ്ങളുണ്ട്. മറുവശത്ത് നമ്മളും ഭഗവത് അവതാരം തന്നെയാണ്. തത് സൃഷ്ടുവ തദേവ അനുപ്രാവിശത്. ഈ ഭഗവാനെ വന്ദിക്കുന്നതിനോ നിന്ദിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ആക്ഷേപം ഭഗവത്ഗീതയിലുണ്ട്, രണ്ടിടത്തുണ്ട്. 9-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, അവജാനന്തി മാമൂഢാഹ മാനുഷീം തനുമാശ്രിതം. അവിടെ മനുഷ്യ ശരീരം ധരിച്ചവനായിട്ട് ഭഗവാനെ അപമാനിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു ആചാര്യൻ ചൂണ്ടിക്കാണിച്ച വ്യാഖ്യാനം, ഒരു ആചാര്യൻ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്, ഈ ശരീരം ആണ് ഞാൻ എന്ന് ധരിക്കുന്നത് വലിയ തോതിലുള്ള ഭഗവത് നിന്ദയാണ്, ഭഗവത് അപമാനമാണ് എന്നാണ്. എന്നിൽ അന്തര്യാമിയായിട്ട് കുടികൊള്ളുന്നത് സാക്ഷാൽ വാസുദേവനാണ് എന്ന ശ്രദ്ധയുണ്ടാവണം. പ്രപഞ്ചമായി പരിലസിക്കുന്നതും ആ പ്രഭു തന്നെ. ഈ രീതിയിൽ ഭഗവാൻ അവതാരമെടുത്തു എന്ന് പറയുമ്പോൾ ആ അവതാരത്തിൽ ഞാനും ഒരൽപ്പാംഗം എന്ന് ഓർമ്മിക്കാൻ നമുക്ക് സാധിക്കണം. കേട്ടില്ലേ? കാരണം ഭഗവാൻ അവതാരത്തെ വർണ്ണിക്കുന്ന 4-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ജന്മകർമ്മ ച മേ ദിവ്യം ഏവം യോ വേത്തി തത്വതഃ
തെക്വാ ദേഹം പുനർജന്മ നൈതി മാമേതി സോർജുന. ഇപ്രകാരം എൻ്റെ ജന്മകർമ്മത്തെ അറിയുന്നവർ പുനർജന്മത്തെ എടുക്കില്ല. അപ്പം ആ അനുഗ്രഹവും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കട്ടെ. കോവേത്തി ഭൂമൻ ഭഗവൻ പരാത്മൻ യോഗേശ്വരോ ഭവതസ്ത്രിലോക്യാം ക്വവാ കഥം വാ കതിവാ കഥേതി വിസ്താരയൻ ക്രീഡസി യോഗമായാം. അങ്ങെവിടെ, എങ്ങനെ, എപ്പോൾ, എന്നീ ലീലകളൊന്നും ആർക്കും അറിയാൻ സാധിക്കില്ലല്ലോ ഭഗവാനെ. അവിടുന്ന് ഏകസ്ത്വമാത്മാ പുരുഷ പുരാണനായിട്ടുള്ള എന്നെന്നും പരിലസിക്കുന്ന അനശ്വരനായ അവിടുന്ന് ഏകനായിട്ട് എല്ലാമായി തീർന്നിരിക്കുന്നു. അങ്ങനെയുള്ള അവിടുത്തെ അറിയുന്നതിന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അന്തർമുഖ സമാരാധ്യനായ പ്രഭുവിനെയും ബഹിർമുഖമായി സുലഭമായി തന്നെ പരിലസിക്കുന്ന പ്രഭുവിനെയും വർണ്ണിച്ചുകൊണ്ട് വ്രജ ജനത്തിൻ്റെ മഹാഭാഗ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മസനാതനം. ഈ വ്രജജനം എത്ര ഭാഗ്യവാന്മാരാണ്! കാരണം സാക്ഷാൽ സർവലോക അധീശ്വരനായ പ്രഭു സുഹൃത്തായിട്ട് ഇവർക്ക് സുലഭനായിരിക്കുന്നു. നമുക്കും ഭഗവാൻ ഗീതയിൽ 5-ാം അധ്യായത്തിൻ്റെ അവസാന ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിം ഋച്ഛതി. അറിഞ്ഞു കഴിഞ്ഞാൽ ശാന്തി ഉണ്ടാവും എന്നാണ്. അപ്പം ശാന്തി നേടുന്നതിനായിക്കൊണ്ട്, അനശ്വര ശാന്തി സാക്ഷാത്കരിക്കുന്നതിനായിക്കൊണ്ട് ഭഗവാനെ അന്തര്യാമി പ്രഭുവായിട്ട് അറിയണം എന്ന് പറഞ്ഞ ശേഷം ഈ വ്രജഭൂമിയിൽ ഒരു പുല്ലായോ ചെടിയായോ ജനിക്കാൻ സാധിച്ചാൽ പോലും അത് വലിയ ഭാഗ്യമാണ്. പൂതനയ്ക്ക് പോലും മോക്ഷം കൊടുത്ത പ്രഭു അവിടുന്ന് ഗോപവൃന്ദത്തിന് എന്തു തന്നെ കൊടുക്കില്ല. അതുകൊണ്ട് അങ്ങയോട് അങ്ങേയറ്റത്തെ അനുരാഗമുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് പ്രഭുവിനെ പ്രദക്ഷിണം ചെയ്ത് അവിടെ നിന്ന് പിൻവാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പശുക്കുട്ടികളെയും ഗോപകിടാങ്ങളെയും അപഹരിച്ച ലീലാഭാഗം ശുകബ്രഹ്മർഷി വർണ്ണിച്ച് അവസാനിപ്പിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൻ്റെ ധ്യാനാത്മകമായ വിചാരത്തിന് നമുക്ക് സൗകര്യപൂർവ്വം വീണ്ടും വീണ്ടും അവസരം കിട്ടട്ടെ. ഇപ്പോഴിതൊക്കെ ശ്രവിക്കുക, അനവധി കഥകളിലൂടെ കടന്നു പോവുക. അത് തരുന്ന ശുദ്ധിയും ഏകാഗ്രതയും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ഭാഗങ്ങളിൽ കൂടുതൽ അഭിരമിച്ചാൽ തത്വനിഷ്ഠയായിട്ട് അത് അനുഗ്രഹം ചൊരിയും. ഇതിന് ഭഗവാൻ വളരെ ഉദ്യുക്തനാണ്. ഇങ്ങനെ നമ്മെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വളരെ ഉദ്യുക്തനാണ് എന്ന് ഓർമ്മിക്കാൻ പ്രയോജനപ്പെടുത്താം. 41ാമത് ശ്രീമദ് ഭാഗവത മഹാസത്രം ഇവിടെ ഭംഗിയായിട്ട് സംഘടിപ്പിക്കുന്ന സംഘാടകരെ അഭിനന്ദിച്ചുകൊണ്ടും ഇനിയും ഇത് ഉത്തരോത്തരം അഭിവൃദ്ധിയെ പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ശ്രോതാക്കളായി എത്തിച്ചേർന്ന നിങ്ങളെയും പല ദിവസങ്ങളിലായിട്ട് എത്തിച്ചേരുന്ന എല്ലാ സുഹൃത്തുക്കളെയും അഭിനന്ദിച്ചുകൊണ്ടും ഏവരിലെയും ആത്മമഹത്വത്തിനു മുന്നിൽ, നാരായണ മഹത്വത്തിനു മുന്നിൽ, വാസുദേവ പ്രഭാവത്തിനു മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും സത്രത്തിന് പ്രഭാഷണത്തിന് ക്ഷണിച്ച സംഘാടകരുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും ഉപസംഹരിക്കുന്നു.